ഇന്ന് ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ. സോ നമുക്ക് സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ ഈ ഒരു 15-16 വയസ്സൊക്കെ കഴിയുമ്പോൾ നമ്മുടെ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അവരിലൊക്കെ നമ്മളൊരു പ്രത്യേക സ്വഭാവം നമ്മളിങ്ങനെ പറയാറുണ്ട് അല്ലേ? അതെ, കോഴിത്തരം ഡെവലപ്പ് ചെയ്തു എന്ന് പറയാറുണ്ട്. സോ ആക്ച്വലി അതിൻ്റെ പിന്നിൽ എന്താണ് സയൻസ്? ആക്ച്വലി നിങ്ങളാണോ അതിൻ്റെ, അല്ലെങ്കിൽ അത് കാണിക്കുന്നവരാണോ അതിൻ്റെ യഥാർത്ഥ കാരണക്കാർ? ആക്ച്വലി നിങ്ങളെ കൊണ്ടത് കാണിക്കുന്നത് അല്ലെങ്കിൽ കാണിപ്പിക്കുന്നത് ആരാണ്? സോ ആ ചോദ്യങ്ങളുടെ ഉത്തരം, അതായത് നമ്മുടെ ഒരു ലവ് ഹോർമോൺ എന്ന് പറയുന്ന ഒരാൾ നമ്മളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. സോ അതൊക്കെ ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ആണുങ്ങളുടെ ആയാലും പെണ്ണുങ്ങളുടെ ആയാലും ഈ ഒരു സെക്ഷൽ ബിഹേവിയറിനെ നമ്മൾ ടെക്നിക്കലി പറയുന്നത് ലിബിഡോ എന്നാണ്. മെയിൽ ലിബിഡോയും ഉണ്ട്, ഫീമെയിൽ ലിബിഡോയും ഉണ്ട്. സോ ഇത് കൺട്രോൾ ചെയ്യുന്ന മേജർ ഹോർമോൺ എന്ന് പറയുന്നത് ആണുങ്ങളിലാണെങ്കിൽ ആൻഡ്രോജൻ, അല്ലെങ്കിൽ അതിലെ തന്നെ മെയിൻ ആയിട്ടുള്ള ടെസ്റ്റസ്റ്ററോൺ ആണ്. ഫീമെയിലിൽ ഇതേ കാര്യം കൺട്രോൾ ചെയ്യുന്നത് ഈസ്ട്രോജൻ ആണ്. സോ ഇവരാണ് ആക്ച്വലി നമ്മുടെ സെക്ഷൽ ബിഹേവിയർ കൺട്രോൾ ചെയ്യുന്നത്. ചില ആൺകുട്ടികൾക്ക് ടെസ്റ്റസ്റ്ററോൺ ലെവൽ അല്പം ഒന്ന് ഹൈ ആയിരിക്കും, അങ്ങനെയെങ്കിൽ അവരുടെ ലിബിഡോയും അല്പം ഒന്ന് കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അവരുടെ ക്യാരക്ടർ അല്ലെങ്കിൽ അവരുടെ ഒരു സ്വഭാവത്തിൽ ചെറിയൊരു എന്താ പറയുക, നമ്മൾ സോ കോൾഡ് കോഴിത്തരം കൂടുന്നത്. ഇനി ഇത് കൺട്രോൾ ചെയ്യുന്ന ഒരൊറ്റ ഹോർമോണേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ അല്ല, അതിൽ വേറെയും ഹോർമോൺസിൻ്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ കോർട്ടിസോൾ. കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ അളവ് കൂടുന്നതും ഈ ലിബിഡോ കൂട്ടാനായിട്ട് കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഹോർമോണാണ് പ്രൊജസ്ട്രോൺ. അതും ഈ ലിബിഡോയെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇനി ഹോർമോൺസ് മാത്രമാണോ ലിബിഡോ കൺട്രോൾ എന്ന് ചോദിച്ചാൽ അതുമല്ല. ഇതൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ന്യൂറൽ സിസ്റ്റവും അതിനകത്ത് വലിയൊരു ഭാഗം ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും ബ്രെയിനിനകത്തുള്ള ലിംബിക് സിസ്റ്റത്തെ കുറിച്ച് പഠിക്കുന്നുണ്ട് അല്ലേ? അമിഗ്ഡാല, ഹിപ്പോ ക്യാമ്പസ് എന്നൊക്കെ പറയുന്ന ഭാഗങ്ങൾ ചേരുന്ന ലിംബിക് സിസ്റ്റം. ഈ ലിംബിക് സിസ്റ്റവും നമ്മുടെ ഈ പറയുന്ന ലിബിഡോ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അത് ലിബിഡോ മാത്രമല്ല, നമ്മുടെ എക്സൈറ്റ്മെന്റ്, നമ്മുടെ വൈരാഗ്യം, നമ്മുടെ മോട്ടിവേഷൻ, ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഭാഗമാണ് ലിംബിക് സിസ്റ്റം. അതിനോടൊപ്പം ഈ സെക്ഷൽ ബിഹേവിയറും ആര് കൺട്രോൾ ചെയ്യുന്നുണ്ട്? നമ്മുടെ ലിംബിക് സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇനി ഇപ്പോഴും ഞാൻ പറഞ്ഞില്ല നമ്മുടെ ഈ പറയുന്ന ലവ് ഹോർമോൺ ഏതാണ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ പറയാറുണ്ട്, നമ്മളിങ്ങനെ ദുഃഖത്തിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഒന്ന് ഹഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ ഒരു ആശ്വാസം കിട്ടും എന്ന് പറയാറുണ്ട് അല്ലേ? യെസ്, ആ സമയത്ത് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോർമോൺ ഉണ്ട്, ഓക്സിറ്റോസിൻ. ആക്ച്വലി ഓക്സിറ്റോസിൻ ആണ് നമ്മുടെ ലവ് ഹോർമോൺ എന്ന് കൂടി പേരിൽ അറിയപ്പെടുന്നത്. പക്ഷേ നമുക്ക് പഠിക്കാനുള്ളതിൽ ഓക്സിറ്റോസിൻ ഡെലിവറി ഹോർമോൺ എന്നാണ്. പക്ഷേ പലരും അപ്പോൾ എന്നോട് ചോദിക്കാറുണ്ട്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്ത്രീകളിൽ മാത്രമേ ഓക്സിറ്റോസിൻ ഉള്ളൂ എന്ന്. അല്ല, ഓക്സിറ്റോസിൻ മെയിലിലും റിലീസ് ചെയ്യുന്നുണ്ട്. അതൊരു ഹാപ്പി ഹോർമോൺ ആണ്. അത് ആക്ച്വലി നമുക്കൊരു എന്താ പറയുക, ഒരു ഹാപ്പിനെസ് നൽകുന്ന ഒരു ഹോർമോണായിട്ട് നമ്മുടെ ബോഡിയിൽ ആക്ട് ചെയ്യുന്നുണ്ട് ഓക്സിറ്റോസിൻ. ഇനി ഒരാൾ കൂടി ഉണ്ട് കേട്ടോ, ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ. അത് വേറെ ആരല്ല, ഡോപ്പാമിൻ ആണ്. ഡോപ്പാമിനും നമ്മൾ വളരെ പ്ലസന്റ് ആയിരിക്കുന്ന സമയത്ത് റിലീസ് ചെയ്യുന്ന ഒരു ആളാണ് ഡോപ്പാമിൻ. അപ്പോൾ ഡോപ്പാമിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം ഓർത്തിരിക്കുക, നമ്മൾ സ്മോക്ക് ചെയ്യുന്ന സമയത്ത് നിക്കോട്ടിൻ നേരെ പോയി ബൈൻഡ് ചെയ്യുന്നത് ഈ ഡോപ്പാമിനുമായിട്ടാണ്. അവർ തമ്മിൽ അടിയാണ് അവിടെ. സോ അതുകൊണ്ട് ഡോപ്പാമിൻ കുടുകുടാ റിലീസ് ചെയ്യും സ്മോക്ക് ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ടാണ് നമുക്ക് വളരെ ഹാപ്പി മൂഡ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഈ ഡോപ്പാമിൻ റിലീസ് കൊണ്ടാണ്. സോ ഇങ്ങനെ ഒരുപാട് കോംപ്ലക്സ് ആണ് എന്ന് പറയുന്നത് നമ്മുടെ ഹോർമോൺ സിസ്റ്റം എന്ന് പറയുന്നത്, നമ്മുടെ ലിബിഡോ എന്ന് പറയുന്നത്. ഇനി ആരെങ്കിലും നിങ്ങളെ ഒരു കോഴിത്തരം കാണിച്ച് നിങ്ങളെ പിടിച്ച് അടിക്കാനായിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ ഉടനെ പറയണം, ഇത് എൻ്റെ കുറ്റമല്ല സാറേ, ഇത് എൻ്റെ ലിബിഡോയുടെ കുറ്റമാണെന്ന് പറഞ്ഞാൽ മതി കേട്ടോ.